ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും? ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇനി വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ആക്ച്വലി ഇപ്പോൾ ഓൾറെഡി ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഫീൽഡിലുള്ളത്. അപ്പോൾ പുതിയ പുതിയ ഏജൻസികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സർവൈവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ആളുകളുടെ ട്രാവൽ ഇപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്, പക്ഷേ പല ആളുകളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ആളുകളുടെ മനസ്സിലാക്കിയിട്ട് എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ടോട്ടൽ പാക്കേജുകൾ സെല്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ അത് വേണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ സ്വന്തമായിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യും, സ്വന്തമായിട്ട് ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകും. അപ്പോൾ പക്ഷേ അവർ പറയും അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ക്രൂയിസ് ഒന്ന് ബുക്ക് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഒരു ടൂറ് ബുക്ക് ചെയ്ത് തരണം. ഇങ്ങനെ പറയുമ്പോഴും ഇത് മാത്രം കൊടുക്കാനായിട്ടുള്ള എക്സ്പെർട്ട് നമുക്ക് പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ബിസിനസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റമർ എന്ത് പർട്ടിക്കുലർലി ചോദിക്കുന്നു അത് കൊടുക്കാൻ നമുക്ക് ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റണം, നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട്. അങ്ങനെയാണെങ്കിലാണ് ഈ പുതിയൊരു ജനറേഷൻ്റെ പുതിയൊരു ജനറേഷൻ്റെ ബിസിനസ് കിട്ടാൻ ഒരു ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയറാണ് ട്രാവൽ ബിസിനസ്. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആളുകളുടെ ഹെൽപ്പൊന്നും വേണ്ട, എനിക്ക് വേണമെങ്കിൽ പോകാം, അല്ല ഏത് കടത്തുണ്ടെങ്കിലും കിടന്നുറങ്ങാം, മനസ്സിലായില്ലേ. പക്ഷേ ഞാനൊരു ഫാമിലി ആയിട്ട് പോകുകയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫാമിലി എപ്പോഴും എനിക്കൊരു ചെറിയ ഫിയർ ഉണ്ടാവും, അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും കറക്റ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് എൻഷുർ ചെയ്യും, ഓക്കെ എല്ലാം സ്മൂത്താകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യൻസ് ആസ് ലോങ് ആസ് നമ്മൾ ഇന്ത്യൻസ് ആണോ ആ ഫിയർ ഇന്ത്യൻസിൽ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ബാക്കിയുള്ള ആളുകളാണെന്ന് വെച്ചാൽ അവർ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലൊന്നും വേണ്ട, അവർ തന്നെ പോകുന്നു, അവർ തന്നെ ഒരു ടാക്സി വിളിക്കുന്നു, പോകുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻസ് അങ്ങനെയല്ല. ഇന്ത്യൻസ് എപ്പോഴും സേഫ്റ്റി സെക്യൂർഡിൻ്റെ അതേ നമ്മൾ എത്ര ജനറേഷൻ കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ്റെ മൈൻഡ് സെറ്റിൽ അങ്ങനെ ഉണ്ടാവും.